Hi all, welcome to this video. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് CA ഫൈനൽ RTP മെയ് 20-ലെ RTP സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ CA ഫൈനൽ മെയ് 20-ലെ FRൻ്റെ RTP ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ മൊത്തം 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 20 ക്വസ്റ്റ്യൻസ് പല സീരീസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഈ സീരീസിനകത്ത് നമ്മൾ ഈ 20 ക്വസ്റ്റ്യനകത്തുനിന്ന് അസറ്റ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അസറ്റ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് ഈ RTPയിലുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കും, അതിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്യും. അതിന് ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൺസെപ്റ്റ്, അതായത് എല്ലാ ക്വസ്റ്റ്യനും ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൺസെപ്റ്റ് ഏതാണോ ആ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് ആ ക്വസ്റ്റ്യനകത്തോട്ട് പോവും. എന്നിട്ട് അത് നമ്മൾ സോൾവ് ചെയ്യും. നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷന് പോകാനുള്ള പ്രൊവിഷൻ ഇല്ല, കാരണം നമുക്ക് ടൈം ഫാക്ടറാണ്. നമ്മുടെ റിസോഴ്സും വളരെ വളരെ ലിമിറ്റഡ് ആണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വോയിസ് ഓവർ വഴിയായിരിക്കും. നമുക്ക് വീഡിയോ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള തൽക്കാലം നമ്മുടെ ഇതിൽ ഇൻഫ്ര ഇല്ല. ദെൻ ഇതിൻ്റെ ബാക്കി വീഡിയോസ് പുറകാലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് ചെയ്യുന്ന എൻ്റെ പേര് CA ജോബിൻ കെ ജോൺസൺ എന്നാണ്. ഞാൻ അക്കൗണ്ട്സിൻ്റെ ഫാക്കൽറ്റിയാണ്. ഓക്കെ, സോ ഇതിനകത്ത് അസറ്റ് ബേസ്ഡ് 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 1-ാമത്തെയും 4-ാമത്തെയും 9-ാമത്തെയും 11-ാമത്തെയും ക്വസ്റ്റ്യൻ. 1-ാമത്തെ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിരിക്കുന്നത് Ind AS 2 ആണ്. Ind AS 2 നമുക്കറിയാവുന്ന പോലെ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി ആണ്. ദെൻ 16 ബേസ് ചെയ്തിട്ട് 16 എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ്. തേർഡ് വൺ 36 ബേസ് ചെയ്തിട്ടാണ്. 36 എന്ന് പറയുമ്പം ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ് ആണ്. ദെൻ ഇത് ഫോർത്ത് വൺ ശരിക്കും 38-ൻ്റെയും 36-ൻ്റെയും ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈ 36 നമ്മൾ പറഞ്ഞ പോലെ ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ് ആണ്. 38 എന്ന് പറയുന്നത് ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ആണ്. സോ ഈ 4 Aസും ആ 4 Asനകത്തുനിന്ന് ഒരു പോർഷനെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ പോർഷനെ ഏതാണോ അതിൻ്റെ ഒരു ബേസ് കൺസെപ്റ്റ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് ക്വസ്റ്റ്യനകത്തോട്ട് പോവും. എന്നിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ അസറ്റ് ബേസ്ഡ് സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പേ ആദ്യമേ എന്താണ് അസറ്റ് എന്നൊരു ബേസിക് ഐഡിയ നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എന്തിനെയാണ് നമ്മൾ അസറ്റ് എന്ന് വിളിക്കുന്നത്, അത് നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ CA ഫൈനൽ ലെവലിൽ കൃത്യമായിട്ട് അസറ്റിൻ്റെ ഡെഫിനിഷൻ തന്നെ അറിഞ്ഞിരിക്കണം. ഒരു ഐറ്റത്തെ എപ്പോഴാണ് നമുക്ക് അസറ്റ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഒരു ഐറ്റത്തെ നമുക്ക് അസറ്റ് എന്ന് വിളിക്കണമെങ്കിൽ 4 കണ്ടീഷൻസ് ആവശ്യമാണ്. 1, അത് റിസോഴ്സ് ആയിരിക്കണം. 2, കൺട്രോൾ ഉണ്ടായിരിക്കണം. 3, ഫ്യൂച്ചറിലെ എക്കണോമിക് ബെനിഫിറ്റ് പ്രോബബിൾ ആയിരിക്കണം. 4, കോസ്റ്റ് നമുക്ക് റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റണം. ഈ 4 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഐറ്റത്തെ അസറ്റ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിൾ, നമ്മുടെ ഒരു മെഷീനറി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡെക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻവെൻട്രി ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക പേറ്റന്റ് ഉണ്ട്, ട്രേഡ് മാർക്ക് ഉണ്ട്. ഇതിനെയൊക്കെ അസറ്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റണമെങ്കിൽ ഈ എല്ലാ ഐറ്റവും ഈ 4 കണ്ടീഷൻസ് നിർബന്ധമായിട്ടും സാറ്റിസ്ഫൈ ആയിരിക്കണം. അതായത് ഇതെല്ലാം ബേസിക്കലി റിസോഴ്സ് ആയിരിക്കണം. റിസോഴ്സ് മീനിങ് സംതിങ് ഓഫ് വാല്യൂ, സംതിങ് ഓഫ് വാല്യൂ വിച്ച് ക്യാൻ ബി പുട്ട് ടു യൂസ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതൊരു വസ്തുവിനെയും നമ്മുടെ റിസോഴ്സ് ആയിട്ട് വിളിക്കാം. നമുക്ക് നാച്ചുറൽ റിസോഴ്സ് അറിയാം, നമ്മൾ ശ്വസിക്കുന്ന വായു, പിന്നെ പല നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ സിറ്റുവേഷൻ, ഇപ്പം നിങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ ലാപ്ടോപ്പിലാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, അത് നിങ്ങളെ സംബന്ധിച്ച് റിസോഴ്സാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്ത് റിസോഴ്സാണ്. പക്ഷേ റിസോഴ്സ് ആയതുകൊണ്ട് മാത്രം എന്താകത്തില്ല, അസറ്റ് ആകത്തില്ല. അതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. സെക്കൻഡ് വൺ, കൺട്രോൾ ഉണ്ടായിരിക്കണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൺട്രോൾ എന്ന് പറയുമ്പം ഓണർഷിപ്പ് വേണ്ട, കൺട്രോൾ മതി. നമുക്ക് ഓണർഷിപ്പിൻ്റെ ആവശ്യമില്ല, അതായത് ലീഗൽ ഓണർഷിപ്പിൻ്റെ ആവശ്യമില്ല. ലീഗൽ ഓണർഷിപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും അത് അസറ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഫാക്ടർ അല്ല. ഫാക്ടർ കൺട്രോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സോ നമ്മൾ ലീഗലി ഓണർ ആയിരിക്കാം അല്ലായിരിക്കാം. ഈ പറയുന്ന അസറ്റുകളിലൊക്കെ ലീഗൽ ഓണർഷിപ്പ് ചിലപ്പോൾ നമ്മളിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ അസറ്റായിട്ട് ഇത് മാറും. എപ്പോൾ? ഇഫ് ദ
കൺട്രോൾ ഈസ് വിത്ത് അസ്. അതിൻ്റെ കൺട്രോൾ നമ്മളിലാണെങ്കിൽ. അപ്പോൾ ചോദ്യം വരെ എന്താണ് കൺട്രോൾ എന്നത്. അതായത് നമ്മുടെ ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റൻഷൻ പ്രകാരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ കൺട്രോളിലാണ്. ദെൻ തേർഡ് വൺ, ഇതിൽ നിന്ന് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്, ഫ്യൂച്ചറിലെ എക്കണോമിക് ബെനിഫിറ്റ് പ്രോബബിൾ ആയിരിക്കണം. അതായത് നമ്മൾ ഇതിൽ നിന്ന് ഈ പറയുന്ന അസറ്റിൽ നിന്നെല്ലാം നിന്ന് ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ് ആയിരിക്കണം. ഒരിക്കലും ബെനിഫിറ്റ് റിസീവ്ഡ് ആയിരിക്കില്ല. ഏതെങ്കിലും ഐറ്റത്തിൻ്റെ ബെനിഫിറ്റ് റിസീവ്ഡ് ആണെങ്കിൽ അത് എക്സ്പെൻസ് ആണ്. ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ് ആണെങ്കിൽ അത് അസറ്റാണ്. ആ പോയിന്റ് എപ്പോഴും ഓർത്തിരിക്കണം. ഫോർത്ത് വൺ, കോസ്റ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയ പോരാ, റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റണം. കോസ്റ്റ് ബി റിലയബിളി മെഷർഡ്. സോ ഈ 4 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഐറ്റം നമ്മളെ സംബന്ധിച്ച് അസറ്റ് ആകത്തുള്ളൂ. റിപ്പീറ്റ് ചെയ്യാം. അസറ്റ് ഈസ് എ റിസോഴ്സ് controlled by the enterprise from which future economic benefit is probable and cost can be measured reliably. ഇത് മാത്രമേ നമ്മളെ സംബന്ധിച്ച് അസറ്റ് ആകത്തുള്ളൂ. സോ നമ്മൾ 4 സ്റ്റാൻഡേർഡാണ് നമ്മൾ കണ്ടത് അസറ്റ് ബേസ്ഡ്. അതായത് നമ്മൾ ഈ RTPക്ക് അത് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഇൻവെൻട്രി. നമുക്കറിയാം ഇൻവെൻട്രി എന്ന് പറയുന്നത് നമ്മൾ 100 ഗുഡ്സ് മേടിച്ചു, അതിൽ 60 യൂണിറ്റ്സ് സെയിലാക്കി, ബാക്കി 40 യൂണിറ്റ്സ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഈ ക്ലോസിംഗ് സ്റ്റോക്കിനെയാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് വിളിക്കുന്നത്. ആ 40 യൂണിറ്റ്സ് ക്ലോസ് സ്റ്റോക്കാണ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടീഷൻസ് നോക്കുക. റിസോഴ്സ് ആണോ? യെസ്. കൺട്രോൾ നമ്മുടെയിലാണോ? അതെ. ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് പ്രോബബിൾ ആണോ? അതെ. കാരണം അത് ഫ്യൂച്ചറിൽ നമുക്ക് വിൽക്കാൻ പറ്റും, അതുവഴി നമുക്ക് സെയിൽസ് റവന്യൂ കിട്ടും. 4, കോസ്റ്റ് നമുക്ക് റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റണം. അങ്ങനെയെങ്കിൽ അത് നമുക്ക് അസറ്റാണ്. എന്ത് അസറ്റ്? ഇൻവെൻട്രി എന്ന അസറ്റ്. ദെൻ ഈ ഇൻവെൻട്രി എന്ന അസറ്റ്, ഫസ്റ്റ് ഇൻവെൻട്രി എന്താണ്, എങ്ങനെ വാല്യൂനെ എങ്ങനെ മെഷർ ചെയ്യണം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ എങ്ങനെ ഡിസ്ക്ലോഷർ നടത്തണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ആ പറയുന്ന സ്റ്റാൻഡേർഡാണ് Ind AS 2. ദെൻ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് PP ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ PPയിൽ വരുന്ന സ്റ്റാൻഡേർഡ്സിനെ എങ്ങനെ റെക്കഗ്നൈസ്, അതായത് ഏതൊരു സ്റ്റാൻഡേർഡ് 4 കാര്യങ്ങളൊക്കെ പറയുന്നത്: റെക്കഗ്നീഷൻ, മെഷർമെൻറ്റ്, പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. സോ ഈ പറയുന്ന അസറ്റുകളെല്ലാം റെക്കഗ്നീഷനും മെഷർമെൻറ്റും പ്രസൻറ്റേഷൻ ഡിസ്ക്ലോഷറാണ് ഈ സ്റ്റാൻഡേർഡ് പറഞ്ഞത്. ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ് എൻ്റയർലി ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. ദെൻ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ റെക്കഗ്നീഷനും മെഷർമെൻറ്റും പ്രസൻറ്റേഷൻ ഡിസ്ക്ലോഷർ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ Ind AS 2നെ ബേസ് ചെയ്തിട്ടാണ്. Ind AS 2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ് ആണ്. ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് നോക്കാം. ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ്: ഹൗ ഓവർ ഹെഡ് കോസ്റ്റ് ആർ ടു ബി അലോക്കേറ്റഡ് ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് ഓവർ ഹെഡ് കോസ്റ്റ് എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനകത്തും ക്ലോസിംഗ് സ്റ്റോക്കിനകത്തും അലോക്കേറ്റ് ചെയ്യേണ്ടത്, അതാണ് ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ്. അതിൻ്റെ മുമ്പ് ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. അതായത് നമ്മൾ ടോട്ടൽ കോസ്റ്റിനെ 3ആയിട്ട് തിരിക്കാം: കോസ്റ്റ് ഓഫ് പർച്ചേസ്, കോസ്റ്റ് ഓഫ് കൺവേർഷൻ, അതർ കോസ്റ്റ്. സേ നമ്മൾ 10,000 യൂണിറ്റ്സ് ആണ് ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്തിരിക്കട്ടെ. ആ 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ 1 lakh കോസ്റ്റ് ആയിരിക്കട്ടെ. 1 lakh കോസ്റ്റ് ആയിരിക്കട്ടെ. ഈ 1 lakh കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത് 2 സ്ഥലത്തോട്ടാണ്. ഈ 1 lakh കോസ്റ്റ് ടോട്ടൽ കോസ്റ്റാണ്. ഒന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലോട്ടും ക്ലോസിംഗ് സ്റ്റോക്കിലോട്ടും. അതെങ്ങനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും? അതായത് നമ്മൾ 10,000 യൂണിറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ആ 10,000 യൂണിറ്റ്സ് വേണ്ടിയിട്ടാണ് 1 lakh കോസ്റ്റ് ആയത്. അതിൽ നമ്മൾ 6,000 യൂണിറ്റ്സ് വിറ്റു, 4,000 യൂണിറ്റ് വിറ്റില്ല. അതിൻ്റെ മീനിങ് ഈ 1 lakh ടോട്ടൽ കോസ്റ്റ് 6,000ലോട്ടും 4,000ലോട്ടും അസൈൻ ചെയ്ത് കൊടുക്കണം. ഇതാണ് ഈ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. പക്ഷേ ഇതിനകത്ത് ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം ഈ കോസ്റ്റ് ഓഫ് പർച്ചേസിനെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല, അതർ കോസ്റ്റിനെ പറ്റിയും പറയുന്നില്ല. കോസ്റ്റ് ഓഫ് കൺവേർഷനകത്തെ ഒരു കോസ്റ്റായ ഓവർ ഹെഡ് കോസ്റ്റ്, ഈ ഓവർ ഹെഡ് കോസ്റ്റ് മാത്രം എങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ക്ലോസ് സ്റ്റോക്കിനും അസൈൻ ചെയ്യണം, ഇത് മാത്രമാണ് ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ്. സോ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഓവർ ഹെഡ് കോസ്റ്റിനെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് ഓവർ ഹെഡ് കോസ്റ്റിനെ 2ആയിട്ട് തിരിക്കാം: വേരിയബിൾ കോസ്റ്റും, വേരിയബിൾ ഓവർ ഹെഡും, ഫിക്സ്ഡ് ഓവർ ഹെഡും. ഈ വേരിയബിൾ ഓവർ ഹെഡിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. നമുക്ക് അസ്യൂം ചെയ്യാം വേരിയബിൾ ഓവർ ഹെഡ് പെർ യൂണിറ്റ് ₹10 ആണെന്നിരിക്കട്ടെ. അതിൻ്റെ അർത്ഥം ക്ലോസിംഗ് സ്റ്റോക്ക് 500 യൂണിറ്റ്സ് ആണെങ്കിൽ ഇൻറ്റു ₹10 ചെയ്യുന്നതാണ് എന്ത്? ഈ അലോക്കേഷൻ ഓഫ് വേരിയബിൾ ഓവർ ഹെഡ്. സിമ്പിളാണ്. അതായത് ഇറ്റ് ഷുഡ് ബി അലോക്കേറ്റഡ് ഓൺ ആക്ച്വൽ ബേസിസ്. ഇനി ഫിക്സഡ് ഓവർ ഹെഡാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ ഫിക്സഡ് ഓവർ ഹെഡ് ചെയ്യുമ്പം 2 കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒന്ന് നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷനും നോർമൽ കപ്പാസിറ്റി. ആക്ച്വൽ പ്രൊഡക്ഷനും നോർമൽ കപ്പാസിറ്റി അസ്യൂം ചെയ്യുക. ഫിക്സഡ് ഓവർ ഹെഡ് ₹1 lakh ആണ്. നമ്മുടെ
നോർമൽ കപ്പാസിറ്റി 10,000 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ അർത്ഥം 10,000 യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് 1 lakh എന്ന കോസ്റ്റ് ഇത് ചെയ്തേക്കുന്നത്, അസൈൻ ചെയ്തെടുത്തേക്കുന്നത്. പക്ഷേ ആക്ച്വൽ പ്രൊഡക്ഷൻ വേരി ചെയ്യാം. ആക്ച്വൽ പ്രൊഡക്ഷൻ ഒന്നുകിൽ എന്ത് ചെയ്യാം 10,000 യൂണിറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കൂടി വരാം 11,000 യൂണിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറഞ്ഞു വരാം 9,000 യൂണിറ്റ്സ് ആയിരിക്കാം. സോ ഈ ആക്ച്വൽ പ്രൊഡക്ഷൻ മാറുന്നതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വരുന്നത് തേർഡ് കേസിലാണ്. അതായത് ഫസ്റ്റ് കേസിൽ ആക്ച്വൽ പ്രൊഡക്ഷനും നോർമൽ കപ്പാസിറ്റിയും ഈക്വൽ ആണ്. സോ ഇവിടെ നമുക്ക് 1 lakh ഡിവൈഡഡ് ബൈ 10,000 തന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ആ ബേസിൽ നമുക്ക് അസൈൻ ചെയ്തെടുക്കാം. പക്ഷേ സെക്കൻഡ് കേസിൽ ആക്ച്വൽ പ്രൊഡക്ഷൻ നമ്മൾ ഒരു 9,000 അസ്യൂം ചെയ്തിരിക്കട്ടെ. ഈ 9,000 അസ്യൂം ചെയ്യുമ്പോൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് ലെസ് ദാൻ നോർമൽ കപ്പാസിറ്റി ആണ്. ഇവിടെയും നിങ്ങൾ 1 lakh ഡിവൈഡ് ബൈ 9,000 അല്ല ചെയ്യേണ്ടത്, 10,000 തന്നെ വേണം ചെയ്യാൻ. അതിൻ്റെ അർത്ഥം ഈ നിങ്ങൾ 1 lakh ഡിവൈഡ് ബൈ 9,000 ചെയ്തുള്ള കുഴപ്പം നിങ്ങളുടെ ഇൻഎഫിഷ്യൻസി നിങ്ങളുടെ അസറ്റായിട്ട് മാറും. അത് അതിൻ്റെ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതായത് ഈ രീതിയിലാണ് നിങ്ങൾ അബ്സോർവ് ചെയ്തെടുക്കുന്നതെങ്കിൽ, ആക്ച്വൽ പ്രൊഡക്ഷനെ ബേസിലാണ് അബ്സോർവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻഎഫിഷ്യൻസി നിങ്ങളുടെ അസറ്റായിട്ട് മാറും. തേർഡ് കേസിൽ ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ നോർമൽ കപ്പാസിറ്റി, അതായത് 11,000 യൂണിറ്റ്സിൻ്റെ കേസ്. നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ 11,000 ആണ്, നോർമൽ കപ്പാസിറ്റി 10,000 ആണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 1 lakh ഡിവൈഡ് ബൈ 11,000 അല്ല, പകരം 1 lakh ഡിവൈഡ് ബൈ 10,000 1 lakh ഡിവൈഡ് ബൈ ഫസ്റ്റ് രണ്ട് കേസ് ചെയ്ത പോലെ 1 lakh ഡിവൈഡ് ബൈ 10,000 അല്ല, പകരം 1 lakh ഡിവൈഡ് ബൈ 11,000 ആണ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, ഈ വ്യത്യാസം ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഈ 11,000 എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു ഓവർ അബ്സോർപ്ഷൻ ഓഫ് കോസ്റ്റ്. നിങ്ങൾ കോസ്റ്റ് ഓവറായിട്ട് അബ്സോർവ് ചെയ്യും. ഇത് അബ്സോർവ് ചെയ്ത് വരുമ്പം മോർ ദാൻ 1 lakh ആയിരിക്കും നിങ്ങൾ അബ്സോർവ് ചെയ്യുന്ന കോസ്റ്റ്. സോ ഈ 3 സിറ്റുവേഷൻ ഓർത്ത് വെച്ചേക്കുക. അതായത് ഫിക്സ്ഡ് ഓവർ, ഇതിനെല്ലാം കാരണമുണ്ട്, പക്ഷേ കാരണത്തിൽ നമ്മൾ ഡീറ്റെയിൽഡ് പോയിട്ടില്ല. ജസ്റ്റ് ടു ദ പോയിന്റ് എക്സ്പ്ലനേഷൻ വെച്ച് ചെയ്യുകയാണ് നമ്മൾ ഈ വീട്ടിൽ ഉദ്ദേശം. സോ ഫസ്റ്റ് വൺ, ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു നോർമൽ കപ്പാസിറ്റി, ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് ലെസ് ദാൻ നോർമൽ കപ്പാസിറ്റി, ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് മോർ ദാൻ നോർമൽ കപ്പാസിറ്റി. ഇതിൽ ഫസ്റ്റ് രണ്ട് കേസിലും നോർമൽ കപ്പാസിറ്റിയുടെ ബേസിൽ തന്നെയാണ് അബ്സോർവ് ചെയ്യേണ്ടത്. പക്ഷെ തേർഡ് കേസിൽ, അതായത് ഇഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് മോർ ദാൻ നോർമൽ കപ്പാസിറ്റി, ദെൻ ആക്ച്വൽ പ്രൊഡക്ഷൻ്റെ ബേസിൽ വേണം അബ്സോർവ് ചെയ്യാൻ. ഈ വ്യത്യാസം അറിഞ്ഞിരിക്കണം. ആ വ്യത്യാസം വരുന്നത് സെക്കൻഡ് കേസിൽ നമ്മൾ അങ്ങനെ ചെയ്യാത്തത്, ആക്ച്വൽ പ്രൊഡക്ഷനെ ബേസ് ചെയ്ത് ചെയ്യാത്തത്, നമ്മുടെ ഇൻഎഫിഷ്യൻസി നമ്മുടെ അസറ്റായിട്ട് മാറും. അത് എന്തുകൊണ്ടെന്നുള്ളത് നിങ്ങൾ കൺസെപ്റ്റ് ഡീറ്റെയിൽ പഠിച്ചാൽ മനസ്സിലാവും. ദെൻ തേർഡ് വൺ, ഫസ്റ്റ് രണ്ട് കേസ് ചെയ്ത പോലെ തന്നെ തേർഡ് കേസിൽ നമ്മൾ നോർമൽ കപ്പാസിറ്റിയുടെ ബേസിലാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ പ്രശ്നം ഇറ്റ് ലീഡ്സ് ടു ഓവർ അബ്സോർപ്ഷൻ ഓഫ് കോസ്റ്റ്, അതായത് മോർ ദാൻ 1 lakh നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനോട്ട് പോകും. ദെൻ നമുക്ക് ക്വസ്റ്റ്യനോട്ട് പോവാം. ക്വസ്റ്റ്യൻ വായിക്കാം. The following is relevant information for an entity. Full capacity is 10,000 labor hours in an year. അതായത് ഇവരുടെ ഫുൾ കപ്പാസിറ്റി അവർക്ക് 10,000 ലേബർ അവേഴ്സ് ഒരു വർഷം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നോർമൽ കപ്പാസിറ്റി അതേസമയം 7,500 ആണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഫുൾ കപ്പാസിറ്റി എന്നുള്ളത് റിലവൻ്റ് അല്ല, അത് ഫസ്റ്റ് മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ച് ഫുൾ കപ്പാസിറ്റി നോർമൽ കപ്പാസിറ്റി നമ്മളെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുൾ കപ്പാസിറ്റി പറയാൻ ശ്രമിക്കുന്നത് ആ എൻറ്റിറ്റിക്ക് ആ വർഷം ചെയ്യണമെങ്കിൽ 10,000 വരെ ചെയ്യാം, പക്ഷെ നോർമലി അവർ 7,500 വരെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ നമ്മളെ സംബന്ധിച്ച് റെലവൻ്റ് ആയിട്ട് വരിക 7,500 ആണ്. ദെൻ തേർഡ് പോയിന്റ് പറയുന്നത് ആക്ച്വൽ ലേബർ ഹവേഴ്സ് ഫോർ കറണ്ട് പീരീഡ് ആർ 6,500 അവേഴ്സ്. അതായത് ആക്ച്വൽ ലേബർ ഹവേഴ്സ് ഇത് നോർമൽ കപ്പാസിറ്റി 6,500 ആണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ ആക്ച്വൽ കപ്പാസിറ്റി ഉണ്ട്, നോർമൽ കപ്പാസിറ്റി ഉണ്ട്. ആക്ച്വൽ കപ്പാസിറ്റി 6,500 ആണ്, നോർമൽ കപ്പാസിറ്റി 7,500 ആണ്. സോ ഈ ആക്ച്വൽ കപ്പാസിറ്റി വന്നിരിക്കുന്നത് കുറവായിട്ടാണ്. അങ്ങനെയെങ്കിൽ ഇത് സെക്കൻഡ് കേസാണ്. സോ അബ്സോർപ്ഷൻ നടത്തേണ്ടത് നോർമൽ കപ്പാസിറ്റിയുടെ ബേസിൽ തന്നെ ആയിരിക്കണം. അല്ല എങ്കിൽ ഇറ്റ് ലീഡ്സ് ടു നമ്മുടെ ഇൻഎഫിഷ്യൻസി നമ്മുടെ അസറ്റായിട്ട് മാറുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ദെൻ ടോട്ടൽ ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഈസ് 1,500. ദെൻ ടോട്ടൽ വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഈസ് 2,600. മനസ്സിലാക്കണം, ഈ രണ്ടുമാണ് നമ്മുടെ ടോട്ടൽ ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഓവർ ഹെഡ് കോസ്റ്റ് എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലോട്ടും എങ്ങനെയാണ്
ക്ലോസിംഗ് സ്റ്റോക്കിലോട്ടോ അസൈൻ ചെയ്യുന്നത്. അതാണ് ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ്. അപ്പം രണ്ട് കാര്യം നമ്മൾ ഇനി എക്സ്ട്രാ അറിയണം. എത്രയാണ് നമ്പർ ഓഫ് ഇതിൻ്റെ നമ്പറും കോസ്റ്റ് ഓഫ് ഗുഡ്സോളിൻ്റെ നമ്പറും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ നമ്പർ പറയണം. ക്വസ്റ്റ്യൻ താഴ്ത്ത് വായിച്ച് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 2500, ടോട്ടൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് 6500, ടോട്ടൽ യൂണിറ്റ്സ് സോൾഡ് 6700. സോ നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് കിട്ടി 6700 ആണ്. പക്ഷെ അപ്പോഴും നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ നമ്പർ കിട്ടിയിട്ടില്ല. ക്ലോസ് സ്റ്റോക്കിൻ്റെ നമ്പർ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ റിലേഷനിൽ നിന്ന് എടുക്കാൻ പറ്റണം. ആ റിലേഷൻ എങ്ങനെ എടുക്കാൻ പറ്റും? മൊത്തം 2500 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പ്ലസ് 1500 നമ്മൾ ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് എത്രയാണ് സെയിൽ അയക്കുന്നത്? 6700 ആണ്. അതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് സ്റ്റോക്ക് കിട്ടും. ക്ലോസ് സ്റ്റോക്കിൻ്റെ നമ്പർ കിട്ടും. ഇനി അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോസ്റ്റ് 1500 2600 ഈ 6700 ഈ ക്ലോസ് സ്റ്റോക്കിനകത്തും അസൈൻ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ തന്നിരിക്കുന്നത് ലേബർ അവേഴ്സ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് യൂണിറ്റ്സ് ആണ് വേണ്ടത്. ഇനി ഇത് നമ്മൾ റിലേഷൻ ഉണ്ട്. അതായത് ഇവിടെ ഒരു അസംപ്ഷൻ ഉണ്ട്. ടോട്ടൽ യൂണിറ്റ്സ് സോൾഡ് ഇൻ ആൻ ഇയർ ടോട്ടൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇയർ 6500 യൂണിറ്റ്സ്. അതായത് ഇത് ആക്ച്വൽ പ്രൊഡക്ഷൻ ആണ്. ദെൻ ഇവിടെ ആക്ച്വൽ ലേബർ അവേഴ്സ് വന്നിട്ടുണ്ട് 6500. ഈ 6500 ഈ 6500 റിലേറ്റഡ് ആണ്. അതായത് ക്വസ്റ്റ്യൻ പറയുന്നത് ആക്ച്വൽ ലേബർ അവേഴ്സ് 6500, ആക്ച്വൽ പ്രൊഡക്ഷന് 6500 യൂണിറ്റ്സ്, ഇത് 6500 അവേഴ്സ്. സോ ഇത് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ. സോ ഇൻ എഫക്റ്റ് ഈ നോർമൽ കപ്പാസിറ്റി ഇൻ അവേഴ്സിനെ നമുക്ക് നോർമൽ കപ്പാസിറ്റി ഇൻ യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കാണാൻ പറ്റും. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങാം. സോ ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് കോസ്റ്റ് ഡീറ്റെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസുമാണ്. നമുക്ക് കോസ്റ്റ് ഡീറ്റെയിൽസ് അറിയാം. ടോട്ടൽ വേരിയബിൾ ഓവർഹെഡിൻ്റെ കോസ്റ്റ് വരുന്നത്, ക്വസ്റ്റ്യൻ നോക്കാം എത്ര വരുന്നത്. ടോട്ടൽ വേരിയബിൾ ഓവർഹെഡ് 2600. സോ ടോട്ടൽ വേരിയബിൾ ഓവർഹെഡ് 2600 rupees. Then total fixed production overhead, question നോക്കുക, ഇതാ 1500 വരിക 4100 rupees ആണ്. ഈ 4100 rupees വേണം നമ്മൾ രണ്ട് സ്ഥലത്തോട്ട് അസൈൻ ചെയ്ത് കൊടുക്കാൻ. അത്ര മാത്രമേ ക്വസ്റ്റ്യൻ റിക്വയർമെന്റ് ഉള്ളൂ. അതായത് മൊത്തം ക്ലോസ് സ്റ്റോക്കിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനോ മൊത്തം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനോ ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നില്ല. ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത് 4100 എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, അത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, ക്ലോസ്ഡ് സ്റ്റോക്കിലോട്ട് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് അറിയണം. നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ യൂണിറ്റ്സ് അറിയാം, കാരണം എത്ര യൂണിറ്റ്സ് വിറ്റെന്ന് അറിയാം, പക്ഷേ എത്ര ക്ലോസ് സ്റ്റോക്ക് ആണെന്ന് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എത്രയാണ് 2500. സോ അത് ഫില്ല് ചെയ്യാം. ദെൻ മാനുഫാക്ചർ ഡ്യൂറിങ് ദിയർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 6500, ഇതെല്ലാം യൂണിറ്റ്സ് ആണ്. ദെൻ സെയിൽസ് തന്നിട്ടുണ്ട് 6700. എൻ്റെ അർത്ഥം 2500 പ്ലസ് 6500 9000 യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിൽ 6700 വിറ്റിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ക്ലോസ് സ്റ്റോക്ക് 2300 ആണ്. ക്വസ്റ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സാധനം തന്നിട്ടുണ്ട്, താഴെ നോക്കുകയാണെങ്കിൽ ഇത് ഫിഫോ കോസ്റ്റ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഫിഫോ കോസ്റ്റ് ഫോർമുലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അതായത് ആദ്യമേ വാങ്ങിക്കുന്ന ഗുഡ്സ് ആദ്യമേ നമ്മൾ വിറ്റ് കളഞ്ഞിട്ടുണ്ട്. അപ്പം 2000 നമ്മൾ ഈ വർഷം വിറ്റേക്കുന്നത് 6700 ആണ്. അപ്പോൾ ഈ 6700 വിറ്റിട്ടുണ്ടെങ്കിൽ ഫിഫോ ബേസിലാണ് വിറ്റിട്ടുള്ളത്. ഈ ഫിഫോ ബേസിൽ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2500 ഓൾറെഡി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. സോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്കിനകത്ത് ഏതിൻ്റെ എലമെൻ്റ് ഇല്ല, 6000 എലമെൻ്റ് ഇല്ല, മനസ്സിലാവും. പക്ഷെ അത് ഇതിനകത്ത് വേറൊരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും ശരിക്കും മൊത്തം കോസ്റ്റിൻ്റെ അലോക്കേഷൻ ഒന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ 4100 മാത്രം എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, അത്ര മാത്രമേ ചോദിച്ചുള്ളൂ. അല്ലാതെ മൊത്തവും ഫിക്സ്ഡ് ഓവർഹെഡ് കഴിഞ്ഞ വർഷത്തെ ക്യാരി ഫോർവേഡ് എത്ര വരുന്നത് അതൊന്നും ക്വസ്റ്റിൻ്റെ റിക്വയർമെന്റ് അല്ല. സോ ക്വസ്റ്റിൻ്റെ റിക്വയർമെന്റ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. അടുത്ത നമ്മൾ നോക്കേണ്ടത് പെർ യൂണിറ്റ് എത്രയാണ്. അപ്പം ഈ ഫിക്സ്ഡ് ഓവർഹെഡ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഏത് കേസാണ്? സെക്കൻഡ് കേസാണ്. സെക്കൻഡ് കേസ് പ്രത്യേകം എന്താണ്?
ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് ലെസ് ദാൻ നോർമൽ കപ്പാസിറ്റി. എങ്ങനെ മനസ്സിലായി? ആക്ച്വൽ പ്രൊഡക്ഷൻ എത്രയാണ്? 6500 ആണ്. നോർമൽ കപ്പാസിറ്റി എത്രയാണ്? 7500 ആണ്. അപ്പം അല്ലേ, 6500 7500. അങ്ങനെയെങ്കിൽ ഈ സിറ്റുവേഷനിൽ നമ്മൾ നോർമൽ കപ്പാസിറ്റിയുടെ ബേസിൽ വേണം അബ്സോർബ് ചെയ്യാൻ. ഇല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഎഫിഷ്യൻസി നമ്മുടെ അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഫിക്സ്ഡ് ഓവർഹെഡ് പെർ യൂണിറ്റ് വരുന്നത്? നമ്മുടെ ഫിക്സ്ഡ് ഓവർഹെഡ് ടോട്ടൽ 1500 ആണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഡിവൈഡഡ് ബൈ നോർമൽ കപ്പാസിറ്റി 7500 ആണ്. നമ്മൾ ചെയ്യേണ്ടത് 6500 അല്ല, കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഎഫിഷ്യൻസി നമ്മുടെ അസറ്റായിട്ട് മാറും. ദെൻ അങ്ങനെയെങ്കിൽ 0.2 പെർ ഹവർ ആണ് നമ്മളെ സംബന്ധിച്ച് ഫിക്സഡ് ഓവർഹെഡ് പെർ യൂണിറ്റ് എന്ന് പറയുന്നതും 0.2 പെർ യൂണിറ്റ് എന്ന് പറയുന്നതും സെയിം ആണ്. കാരണം ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 1 hour ആണ് വേണ്ടത്. ദെൻ സെക്കൻഡ് വൺ വേരിയബിൾ ഓവർഹെഡ് പെർ യൂണിറ്റ്. ടോട്ടൽ വേരിയബിൾ ഓവർഹെഡ് 2600 ആണ്. ഇത് നോർമൽ കപ്പാസിറ്റിയുടെ ബേസിൽ തന്നെയാണ് അബ്സോർവ് ചെയ്യേണ്ടത്. സോറി, നോർമൽ കപ്പാസിറ്റി അല്ല, ആക്ച്വൽ കപ്പാസിറ്റി. സോ 6500 ആണ് ആക്ച്വൽ. 0.4 പെർ അവർ ഓർ റുപ്പീസ് 0.4 പെർ യൂണിറ്റ്. രണ്ടും സെയിം മീനിങ് ആണ്. ദെൻ ഇനി നമുക്കിത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ക്ലോസ് സ്റ്റോക്കിനകത്ത് നമ്പർ ഓഫ് യൂണിറ്റ്സ് വരുന്നത് 2300 നമ്മൾ ഏറ്റവും ആദ്യമേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ 2300 ആണ്. ദെൻ ഇതിൽ അലോക്കേറ്റ് ചെയ്യേണ്ട ഫിക്സ്ഡ് ഓവർ പെർ യൂണിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് 0.2 ആണ്. വേരിയബിൾ ഓവർ പെർ യൂണിറ്റ് 0.4 ആണ്. ടോട്ടൽ 0.6 ആണ്. ഇത് നമ്മൾ എയും ഇത് നമ്മൾ ബിയും ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എ ഇൻറ്റു ബി 2300 ഇൻറ്റു 0.6 1380 ആയിരിക്കും. നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ടോട്ടൽ കോസ്റ്റ് അല്ല ഇത്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ക്ലോസിംഗ് സ്റ്റോക്കിനകത്ത് ഓവർഹെഡ് കോസ്റ്റ് അലോക്കേറ്റ് ആയിട്ട് വരുന്നത് ഇത്രയാണ്. ഇതാണ് ഇതിൻ്റെ മീനിങ്. ആ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. ദെൻ തേർഡ് വൺ അലോക്കേഷൻ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈ വർഷം വിറ്റേക്കുന്നത് 6500 ആണ്. പക്ഷേ ഈ 6500-നകത്ത് 2300 ഈ വർഷത്തെ അല്ല. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ 2300-നകത്ത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഈ വർഷം ഇൻകറായ വേരിയബിൾ ഓവർഹെഡിൻ്റെ അലോക്കേഷൻ വരില്ല. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഈ വർഷത്തെ വേരിയബിൾ ഓവർഹെഡ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണമെന്ന് മാത്രമാണ്. സോ ഈ 2300-നകത്തോട്ട് ഈ വർഷത്തെ അലോക്കേഷൻ വരില്ല. അപ്പോൾ 6500 മൈനസ് 2300, ബാക്കി 4200 ആണ് യൂണിറ്റ്സ് സോൾഡ് ഡ്യൂറിങ് ദി ഇയർ വിച്ച് ആർ മാനുഫാക്ചർഡ് ദിസ് ഇയർ. കാരണം ഈ വർഷം മാനുഫാക്ചർ ചെയ്തതിനെ ഈ വർഷത്തെ ഓവർഹെഡ് കോസ്റ്റ് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. ക്വസ്റ്റ്യൻ്റെ റിക്വയർമെന്റ് അങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ദെൻ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് വേരിയബിൾ ആൻഡ് ഫിക്സ്ഡ് ഓവർഹെഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 0.2-ഉം 0.4-ഉം 0.6 ആണ്. നമ്മൾ ഇതിനെ ബി എന്ന് വിളിക്കുന്നു. സോ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എ ഇൻറ്റു ബി ആയിരിക്കും നമ്മളെ സംബന്ധിച്ച് ഈ വർഷത്തെ, അതായത് ഈ വർഷത്തെ ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് 4100 ആണ്. ഈ 4100-നകത്തുനിന്ന് എത്ര എമൗണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഉള്ളത് നമ്മൾ അസൈൻ ചെയ്യണം? 2520 ആണ് അസൈൻ ചെയ്യേണ്ടത്. എത്ര കോസ്റ്റ് നമ്മൾ ക്ലോസ് സ്റ്റോക്കിന് അസൈൻ ചെയ്യണം? 1380 ആണ്. ഇനി അൺഅബ്സോർബ്ഡ് ഫിക്സ്ഡ് ഓവർ ഉണ്ട്. കാരണം ഇവിടെ നമ്മുടെ കപ്പാസിറ്റിയേക്കാളും കുറവാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഎഫിഷ്യൻസി കൊണ്ടുണ്ട്. ആ ഇൻഎഫിഷ്യൻസി നമ്മൾ സെപ്പറേറ്റ് ആണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻഎഫിഷ്യൻസിയുടെ എമൗണ്ട് എത്രയാണെന്ന് നോക്കി നോക്കാം. ടോട്ടൽ ഫിക്സ്ഡ് ഓവർഹെഡ് നമ്മൾ 1500 ആണ് വന്നത്. നമ്മൾ അബ്സോർബ് ചെയ്തിരിക്കുന്നത് ക്ലോസ് സ്റ്റോക്കിനകത്ത് 2300 ഇൻറ്റു 0.2-ഉം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനകത്ത് 4200 ഇൻറ്റു 0.2 ആണ് നമ്മൾ അബ്സോർബ് ചെയ്തിരിക്കുന്നത്. മീനിങ് 460-ഉം 840, മൊത്തത്തിൽ 1300 ഇതാണ് അബ്സോർബ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അൺഅലോക്കേറ്റഡ് 200 ഉണ്ട്. മൊത്തം 1500 ആയിരുന്നു ഈ വർഷം. ആ 1500-നകത്ത് 1300 മാത്രമേ ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കിനകത്തോട്ടും കോസ്റ്റ് ഓഫ് ഗുഡ്സിനകത്തും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ അലോക്കേറ്റ് ചെയ്യാത്ത ഫിക്സ്ഡ് ഓവർഹെഡ് എത്രയുണ്ട്? 200 ഉണ്ട്. ഇതെന്ത് ചെയ്യണം? നോർമൽ കോസ്റ്റായിട്ട് പി എ ആൻഡിലോട്ട് ചാർജ്.
സോ സെക്കൻഡ് വൺ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ Ind AS 16 ആണ്. Ind AS 16 എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റിനെ തന്നെ വാല്യുവേഷനെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പി പിക്കകത്താണെങ്കിൽ ഏതൊരു പി പിക്കും 2 മോഡൽ ഫോളോ ചെയ്യാം. പി പി ആണെങ്കിൽ 2 മോഡൽ ഫോളോ ചെയ്യാം. ഒന്നെങ്കിൽ കോസ്റ്റ് മോഡൽ അല്ലെങ്കിൽ റീവാലുവേഷൻ മോഡൽ. ഈ റീവാലുവേഷൻ മോഡൽ ഫോളോ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ വായിക്കാം. കമ്പനി എക്സ്, കമ്പനിയുടെ പേര് എക്സ് ആണ്, പെർഫോംഡ് എ റീവാലുവേഷൻ ഓഫ് ഓൾ ഇറ്റ്സ് പ്ലാന്റ് ആൻഡ് മെഷീനറി അറ്റ് ദ ബിഗിനിങ് ഓഫ് 2011. 2011 തുടക്കത്തിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി പി പി ആണ് റിവാല്യൂ ചെയ്തു. റിവാല്യൂ ചെയ്തപ്പം ഗ്രോസ് ക്യാരിങ് എമൗണ്ട് മീനിങ് കോസ്റ്റ്, ഇനിഷ്യൽ കോസ്റ്റ് 200 ആണ്. ഇതുവരെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ ഓൺ SLM ബേസ് 80 ആണ്. ഇപ്പോഴത്തെ ക്യാരിങ് എമൗണ്ട്, നെറ്റ് ക്യാരിങ് എമൗണ്ട് എന്ന് പറയുന്നത് 120 ആണ്. ഫെയർ വാല്യൂ 150 ആണ്. ദെൻ ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ മെഷീനറി ഈസ് 10 years. കമ്പനി യൂസസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ. അതായത് മൊത്തവും ഈ കമ്പനിക്ക് ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി യൂസ് ചെയ്യാൻ പറ്റുന്നത് 10 വർഷത്തേക്കാണ്. കമ്പനി ഉപയോഗിക്കുന്ന SLM മെത്തേഡാണ്. ദ റീവാലുവേഷൻ വാസ് പെർഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് 4th year. അതായത് മൊത്തം 10 years ഉണ്ടെങ്കിൽ ആ 10 yearsനകത്തുനിന്ന് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ കഴിഞ്ഞു, തേർഡ് ഇയർ കഴിഞ്ഞു, ഫോർത്ത് ഇയർ കഴിഞ്ഞു, ഇനിയും ബാക്കി അങ്ങോട്ട് 6 years 6 years ബാക്കി കിടപ്പുണ്ട്. ക്വസ്റ്റ്യൻ റിക്വയർമെന്റ്: ഹൗ ഷുഡ് ദ കമ്പനി അക്കൗണ്ട് ഫോർ റീവാലുവേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഡിപ്രീസിയേഷൻ സബ്സിക്വന്റ് റീവാലുവേഷൻ? രണ്ട് റിക്വയർമെന്റ് ആണുള്ളത്. റീവാലുവേഷൻ്റെ അക്കൗണ്ടിങ്ങും സബ്സിക്വന്റ് ഡിപ്രീസിയേഷനും. സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് ജേർണൽ എൻട്രീസ്. ജേർണൽ എൻട്രീസ് സപ്പോർട്ടിംഗ് ആയിട്ട് കണ്ടിരിക്കണം. സോ ഇതിനകത്ത് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എത്രയാണ് റീവാലുവേഷൻ കണ്ടെത്തണം. സോ ക്വസ്റ്റ്യൻ വേറെ ഒന്നും പറയാത്തതുകൊണ്ട് ഈ ഫെയർ വാല്യൂയിലോട്ടാണ് റീവാല്യൂ ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാം. സോ അങ്ങനെയെങ്കിൽ ഗ്രോസ് ക്യാരിങ് എമൗണ്ട് 200 ആണ്. ഇതുവരെയുള്ള അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 80 ആണ്. ഇപ്പോഴത്തെ നെറ്റ് ക്യാരിങ് എമൗണ്ട് 120 ആണ്. നെറ്റ് ക്യാരിങ് എമൗണ്ട് ആഫ്റ്റർ റീവാലുവേഷൻ 150 ആണ്. മീനിങ് ദർ ഈസ് എ അപ്വേർഡ് റീവാലുവേഷൻ ഓഫ് 30 ആണ് നമ്മൾ അപ്വേർഡ് റിവാല്യൂ ചെയ്തേക്കുന്നത്. ഇതേ കാര്യം ഇതാണ് നമുക്ക് നടക്കേണ്ടത്. പക്ഷേ ഇതേ കാര്യം നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട് ചെയ്യാൻ. Ind AS 16 പ്രകാരം 2 മെത്തേഡ്സ് കൂടെ ചെയ്യാം. 2 മെത്തേഡ്സ് ചെയ്താലും ഫൈനൽ എഫക്റ്റ് ഇതായിരിക്കണം. അതായത് 30 rupees ഇൻക്രീസ് ആണ്, അവസാനത്തെ വാല്യൂ 150 ആണ്. ഇതായിരിക്കണം ഫൈനൽ എഫക്റ്റ്. സോ മെത്തേഡ് 1 എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഗ്രോസ് ക്യാരിങ് എമൗണ്ട് 200, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 80. ഈ 80 എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 200ഉം 80 നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 120 ആണുള്ളത്. സോ 120 ഗ്രോസ് ക്യാരിങ് എമൗണ്ട് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എലിമിനേറ്റ് ചെയ്തു. സോ 120 ആയി. ഇതൊരു അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 0 ആക്കും. സോ നെറ്റ് ക്യാരിങ് എമൗണ്ട് 120 ആവും. അപ്പോഴും 30 രൂപ കൂട്ടണം, അങ്ങനെ 150 ആവും. ഇതാണ് ഒരു മെത്തേഡ്. ഈ മെത്തേഡാണ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഒഴിവാക്കാനുള്ള എൻട്രി. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിൻ്റെ ഡിക്രീസ് ആണ്. അസറ്റിൻ്റെ ഡിക്രീസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് ഒഴിവാക്കണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. സോ അസറ്റിൻ്റെ ഡിക്രീസ് ക്യാൻസൽ ചെയ്യണം. അസറ്റിൻ്റെ ഡിക്രീസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഡിക്രീസ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. സോ എൻട്രി വരിക അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ്. ഇത് ക്ലോസ് ചെയ്യേണ്ടത് അസറ്റിലോട്ടാണ്. ടു പ്ലാന്റ് ആൻഡ് മെഷീനറി 80. ഇത് ചെയ്ത് കഴിയുമ്പം അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 0 ആവും. ഈ ഗ്രോസ് ക്യാരിങ് എമൗണ്ട് 120 ആയിട്ട് മാറും. സോ നെറ്റ് ക്യാരിങ് എമൗണ്ട് 120 ആയി. ഇനിയാണെന്ത് അപ്വേർഡ് റിവാല്യൂ ഉണ്ട്. അപ്വേർഡ് റിവാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് കൂടുന്നതാണ്. ഈ അസറ്റ് കൂടുന്നത് നമ്മൾ പി ആൻഡ് വഴി അല്ല റൂട്ട് ചെയ്യുന്നത്, ഇക്വിറ്റിയാണ്. അതായത് OCA വഴിയാണ് റൂട്ട് ചെയ്യുന്നത്. സോ ഇക്വിറ്റി കൂട്ടും. എൻട്രി പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെറ്റഡ് ടു റീവാലുവേഷൻ റിസർവ് 30. ഇത് എക്സ്പെൻസ് കൂടി എന്നല്ല, ഇക്വിറ്റി കൂടി എന്നാണ്. സോ ഇതിൻ്റെ എഫക്റ്റ് വരെ 150 ആയിട്ട് മാറും. ഇത് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ പ്രപ്പോർഷനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രപ്പോർഷണലി ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ ഇൻക്രീസ് വരുന്നത്
മൊത്തം 30 ആണ്. 30 when compared to 120. ഇവിടെ ഒരു പ്രപ്പോർഷനേറ്റ് 25% ഇൻക്രീസ് ആണുള്ളത്. സോ ഈ 25% ഇൻക്രീസ് നമ്മൾ പ്രപ്പോർഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ക്യാരിങ് എമൗണ്ട് ഓൾറെഡി 200 ആണ് പ്ലസ് 25%. അപ്പോൾ അത് 250 ആവും. ദെൻ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഓൾറെഡി 80 ഉണ്ടായിരുന്നു പ്ലസ് 25%. സോ ഇത് 100 ആവും. എഫക്റ്റ് 150 ആവും. അതായത് ഇവിടെ ശരിക്കും നമ്മൾ ചെയ്തേക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ 50 രൂപ കൂട്ടി, ഇവിടെ നമ്മൾ 50 രൂപ കൂട്ടി, ഇവിടെ നമ്മൾ 20 രൂപ കൂട്ടി. കാരണം 80 എന്നുള്ള 100 ആയി, 200 എന്നുള്ള 250 ആയി. അപ്പം 20 റുപ്പീസ് കൂട്ടി. അതെ, അങ്ങനെയെങ്കിൽ നെറ്റ് എഫക്റ്റിലെ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 30 ആണ്. കാരണം ഗ്രോസ് ക്യാരിങ് എമൗണ്ട് എന്ന് പറയുന്നത് അസറ്റിൻ്റെ ഇൻക്രീസും അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റിൻ്റെ ഡിക്രീസും ആണ്. സോ അസറ്റ് 50 കൂടി, അസറ്റിൻ്റെ ഡിക്രീസ് 20 കൂടി. സോ അങ്ങനെയെങ്കിൽ നെറ്റ് എഫക്റ്റിലെ ഇൻക്രീസ് 30 ആണ്. അതായത് ഇവിടെ 25% ഇൻക്രീസ് ചെയ്ത് കാണിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെയും 25% ഇൻക്രീസ് ചെയ്തു. ഇത് സെക്കൻഡ് മെത്തേഡ്, ഇത് ഫസ്റ്റ് മെത്തേഡ്. ഇങ്ങനെ ചെയ്യാണ്. രണ്ടിൻ്റെയും റിസൾട്ട് ഒന്ന് തന്നെ ആയിരിക്കും. ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻട്രി എഴുതേണ്ട എന്തായിരിക്കും, ഇവിടെ നമുക്ക് ഇവിടെയും 50 കൂട്ടണം, ഇവിടെയും 20 കൂട്ടണം. സോ എൻട്രി വരിക, അസറ്റ് കൂടുന്ന അസറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി 50 കൂടണം. രണ്ട്, ഈ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റിൻ്റെ ഡിക്രീസ് ആണ്. അസറ്റിൻ്റെ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ആണ്. സോ അസറ്റിൻ്റെ ഡിക്രീസ് ഈ എമൗണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്, കാരണം ഇത് അസറ്റിൻ്റെ ഡിക്രീസ് ആണ്. ടു അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 20. സോ നെറ്റ് എഫക്റ്റിൽ ഇക്വിറ്റിക്കകത്ത് ഇൻക്രീസ് ടു റീവാലുവേഷൻ റിസർവ് 30. സോ ഇതാണ് നെറ്റ് എഫക്റ്റിൽ വരിക. സോ നെറ്റ് എഫക്റ്റിൽ സംഭവിക്കുക നമ്മൾ ഈ പറഞ്ഞ കാര്യമാണ് നെറ്റ് എഫക്റ്റിൽ സംഭവിക്കുക. അതായത് 30 റുപ്പീസ് കൂടും. ആ 30 റുപ്പീസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. രണ്ട് മെത്തേഡ്. ദെൻ ഇതാണ് ഫസ്റ്റ് റിക്വയർമെൻറ്റ്. സെക്കൻഡ് റിക്വയർമെൻറ്റ് ഫർദർ ഡിപ്രീസിയേഷൻ ആണ്. സോ ഫർദർ ഡിപ്രീസിയേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് റിവൈസ്ഡ് ക്യാരിങ് എമൗണ്ട് അറിയണം. റിവൈസ്ഡ് ക്യാരിങ് എമൗണ്ട് 150 ആണ്. ദെൻ ഇനി മൊത്തം 10 വർഷമായിരുന്നു, അതിൽ 4 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇനി ഉള്ളത് 6 വർഷമാണ്. സോ നമ്പർ ഓഫ് ഇയേഴ്സ് റിമൈനിങ് 6 ആണ്. അങ്ങനെയെങ്കിൽ ഫർദർ ഡിപ്രീസിയേഷൻ SLM മെത്തേഡാണ്. SLM മെത്തേഡ് ആണെങ്കിൽ വരിക 150 ഡിവൈഡഡ് ബൈ 6 റുപ്പീസ് 25 പെർ ആനമാണ് വരുന്നത്. അങ്ങനെ എൻട്രി വരുന്നത് എക്സ്പെൻസ് കൂടി അസറ്റ് കുറഞ്ഞു എന്നാണ്. എൻട്രി അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി ഗ്രോസ് ബ്ലോക്ക് 25 അല്ലെ. ഇത് ഫസ്റ്റ്, അതായത് നമ്മൾ സെക്കൻഡ് മെത്തേഡാണ് നെറ്റ് ബ്ലോക്ക്. ഇങ്ങനെ ആയിരിക്കും വരിക. ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് പറയാത്തൊരു പോയിന്റ് ഉണ്ട്. അതായത് ഈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത് ശരിക്കും എക്സസ് ഡിപ്രീസിയേഷൻ വരുന്നത് റീവാലുവേഷൻ റിസർവിലോട്ടും നോർമൽ ഡിപ്രീസിയേഷൻ വരേണ്ടത് PNലോട്ടാണ്. പക്ഷേ ആ പ്രൊവിഷൻ നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് കൺസിഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫർദറായിട്ട് പോകുന്നില്ല. അവർ ഇവിടെ കൊണ്ട് നിർത്തിയേക്കണം. കാരണം ഇതിൽ മൊത്തം എമൗണ്ടും നമ്മൾ PNലോട്ടല്ല ചാർജ് ചെയ്യുന്നത്. കുറച്ച് എമൗണ്ട് റീവാലുവേഷൻ റിസർവിലോട്ടും കുറച്ച് എമൗണ്ട് PNലോട്ട്. റീവാലുവേഷൻ റിസർവിൽ ചാർജ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ എക്സസ് ആയിട്ട് വരുന്ന ഡിപ്രീസിയേഷൻ, റീവാലുവേഷൻ കാരണം എത്രയാണോ എക്സസ് ഡിപ്രീസിയേഷൻ അത് കണ്ടുപിടിച്ചിട്ട് അതാണ് റീവാലുവേഷൻ റിസർവിൽ ചാർജ് ചെയ്യേണ്ടത്. ബാക്കി എമൗണ്ട് PNൽ. പക്ഷെ ആ പോയിന്റ് ക്വസ്റ്റിനകത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9th one, Ind AS 36. Ind AS 36 ഇമ്പയർമെന്റ് ഓഫ് അസറ്റ് ആണ്. ഇതിനകത്ത് കാൽക്കുലേഷൻ ഓഫ് ഇമ്പയർമെന്റ് ലോസ് ആൻഡ് റിവൈസ്ഡ് ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്, അതായത് ഇമ്പയർമെന്റ് ലോസും റിവൈസ്ഡ് ഡിപ്രീസിയേഷൻ വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ ആദ്യമേ ഇമ്പയർമെന്റ് ലോസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ഇമ്പയർമെന്റ് ലോസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് ടേംസ് തന്നിരിക്കണം. ക്യാരിങ് എമൗണ്ട്, റിക്കവറബിൾ എമൗണ്ട്. അസ്യൂം ചെയ്യാം ഒരു അസറ്റ് ഉണ്ട്, സേ മെഷീനറിയുടെ അസറ്റ് ക്യാരിങ് എമൗണ്ട് 10 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ബുക്ക് വാല്യൂ 10 lakh ആണ്.
അതിൻ്റെ റിക്കവറബിൾ എമൗണ്ട് പക്ഷേ 8 lakhs ആണ്. അപ്പം ഇതിൻ്റെ അർത്ഥം ഈ റിക്കവറബിൾ എമൗണ്ടിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 10 lakh നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ് ആയിരിക്കണം. അപ്പം 10 lakhൻ്റെ ബെനിഫിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ റിക്കവറബിൾ എമൗണ്ട് 8 lakh ഉള്ളൂ. ഈ റിക്കവറബിൾ എമൗണ്ടിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ യൂസ് വഴി കിട്ടുന്ന ഫ്യൂച്ചറിലെ ബെനിഫിറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ, അല്ല എങ്കിൽ ഇത് ഇന്ന് വിറ്റാലുള്ളതിൻ്റെ വാല്യൂ, ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ഓഫ് സെൽ. ഇത് ഏതെങ്കിലും ആണെന്നിരിക്കട്ടെ 8 lakhs, അതായത് നമ്മൾ നോക്കുന്നില്ല തൽക്കാലം ഇതിലേതെങ്കിലും ഒന്നാണ് 8 lakhs. അതായത് ഇത് വിറ്റാലോ ഇത് യൂസ് ചെയ്താലോ നമുക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന 8 lakhs ആണ്. പക്ഷേ ഇപ്പോഴത്തെ ക്യാരിങ് എമൗണ്ട് 10 lakhs ആണ്. അതിൻ്റെ അർത്ഥം ദർ ഇസ് എ ഇമ്പയർമെൻറ്റ് ലോസ് ഓഫ് 2 lakhs. 2 ലക്ഷത്തിൻ്റെ ഇമ്പയർമെൻറ്റ് ലോസ് ഉണ്ടെന്നാണ്. അതായത് ക്യാരിങ് എമൗണ്ടും റിക്കവർ എമൗണ്ടും വിച്ച് എവർ ഈസ് ലോവർ ഇതായിരിക്കണം റിവൈസ്ഡ് ക്യാരിങ് എമൗണ്ട്. അതിൻ്റെ ലോജിക്ക് ഇതാണ്. ഇപ്പോഴത്തെ ക്യാരിങ് എമൗണ്ട് 10 lakhs, അതിൻ്റെ റിക്കവർ എമൗണ്ട് 8 lakhs ഉള്ളൂ. ആ 8 lakhs എന്ന് പറയുന്നത് ഒന്നെങ്കിലും നമുക്ക് ഫ്യൂച്ചർ യൂസ് വഴി കിട്ടുന്ന എമൗണ്ട്, അല്ല എങ്കിൽ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് സെൽ. ഇതിലേതാണോ ഹയർ അത് 8 lakhs ഉള്ളൂ. അതായത് നമുക്ക് മാക്സിമം 8 lakhs കിട്ടത്തുള്ളൂ. ദെൻ വാല്യൂ ഇൻ യൂസും ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് സെല്ലും അസ്യൂം ചെയ്യുക. വാല്യൂ ഇൻ യൂസ് 6 lakh ആണ്, ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് സെല്ല് 8 lakh ആണ്. വാല്യൂ ഇൻ യൂസിൻ്റെ മീനിങ് ഇത് ഫ്യൂച്ചറിൽ യൂസ് ചെയ്താൽ കിട്ടുന്ന പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ. ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് സെല്ലിൻ്റെ മീനിങ് ഇത് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട്. ആ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 8,50,000 എന്നിരിക്കട്ടെ, പക്ഷെ ഇത് വിൽക്കാൻ വേണ്ടി ഒരു 50,000 കമ്മീഷൻ കൊടുക്കണം. അങ്ങനെയെങ്കിൽ നെറ്റ് എഫക്റ്റിൽ നമുക്ക് കിട്ടുന്ന 8 lakhs ആണ്. വിച്ച് എവർ ഈസ് ഹയർ ഇത് വേണം കൺസിഡർ ചെയ്യാൻ. ഇത് വിച്ച് എവർ ഈസ് ലോവർ അല്ല, ഹയർ വേണം കൺസിഡർ ചെയ്യാൻ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ന്യൂസോ ഫെയർ വാല്യൂ ഏതെങ്കിലും സിറ്റുവേഷനിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് 0 ആയിപ്പോവും. അത് 0 ആയി കഴിഞ്ഞാൽ വിച്ച് എവർ ഈസ് ലോവർ ആണ് എടുക്കുന്നതെങ്കിൽ 0 ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇവിടെ 0 ആയിരിക്കും. സോ നെറ്റ് എഫക്റ്റിൽ അനാവശ്യമായിട്ട് 0 ആയിട്ട് മാറും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വിച്ച് എവർ ഈസ് ഹയർ പറഞ്ഞിരിക്കുന്നത്. അതായത് മാക്സിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എത്ര വരെ കിട്ടുന്നത്. സോ മാക്സിമം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള 8 lakhs ആണ്. ആ 8 lakhs എങ്കിലും ക്യാരിങ് എമൗണ്ടിൽ റിഫ്ലക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ഇമ്പയർമെൻറ്റ് ലോസ് ഇല്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ല എങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യണം ഒരു ഇമ്പയർമെൻറ്റ് ലോസ് ഉണ്ട്. സോ ഇമ്പയർമെൻറ്റ് ലോസ് പ്രൊവൈഡ് ചെയ്യണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇതിനകത്ത് 2 കാര്യം മനസ്സിലാക്കണം. ഒന്ന് ക്യാരിങ് എമൗണ്ടും റിക്കവർ എമൗണ്ടും. വിച്ച് എവർ ഈസ് ലോവർ ആണ് റിവൈസ്ഡ് ക്യാരിങ് എമൗണ്ട്. ഇതിൽ റിക്കവറബിൾ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് 2 ടേംസ് ആണ്, വാല്യൂ ന്യൂസും ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് സെൽ. ഇതിൻ്റെ ഹയർ എമൗണ്ട് ആണ്. സോ ഇതാണ് ഇമ്പയർമെൻറ്റ് ലോസ്. നമുക്ക് ക്വസ്റ്റ്യൻ നടക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. PQR Limited just performed well in the worst. One of the major assets, an item of equipment, suffered a significant and unexpected deterioration in performance. ഇനി മാനുവൽ എക്സ്പെക്ട് ചെയ്ത് ഇനി ഒരു 4 വർഷം ഇത് യൂസ് ചെയ്യാൻ പറ്റും ആഫ്റ്റർ 31st March 2016, ബട്ട് അറ്റ് റെഡ്യൂസ്ഡ് ലെവൽ. അതായത് അവരുടെ ഒരു മേജർ അസറ്റിന് പെർഫോമൻസിനകത്ത് നല്ലപോലെ ഡൗൺവേർഡ് ട്രെൻഡ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്തൊരു 4 വർഷത്തേക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതും ഇപ്പോഴത്തെ ഉള്ള ഫുൾ കപ്പാസിറ്റി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്ക്രാപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻ ഓഫ് ദ എക്യുപ്മെൻറ്റ് ഫോർ ദ നെക്സ്റ്റ് 4 years റേഞ്ച് ഫ്രം ഒപ്റ്റിമിസ്റ്റിക് ടു പെസിമിസ്റ്റ്. അതായത് ഏറ്റവും കൂടുതൽ നിന്ന് ഏറ്റവും കുറവായിട്ട്, കാരണം അറ്റ് റെഡ്യൂസ്ഡ് ലെവലാണല്ലോ. ദെൻ CFO ത്രൂ ദ പ്രൊജക്ഷൻ. ദെൻ CFOയുടെ പ്രൊജക്ഷനാണ്. ദെൻ താഴെ തന്നിരിക്കുന്ന 4 എമൗണ്ട് 276, 192, 120, 140. അതായത് ഈ അസറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത 4 വർഷം കിട്ടുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് എന്ന് പറയുന്നത് നമ്മൾ വാല്യൂ ന്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആയിരിക്കണം വാല്യൂ ന്യൂസ്. പിന്നെ പ്രസൻറ്റ് വാല്യൂ ആക്കണമെങ്കിൽ ഒരു ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ആ ഡിസ്കൗണ്ട് റേറ്റ് ക്വസ്റ്റ്യൻ അത് താഴെ എവിടെയും പറയാൻ വേണം. ദെൻ ദ എബോ ഇൻ ക്യാഷ് ഇൻഫ്ലോസ് ഷുഡ് ബി അറ്റ് ദ ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് ഫിനാൻഷ്യൽ. ദ പ്രീ ടാക്സ് ഡിസ്കൗണ്ട് റേറ്റ് ഈസ് 9%. സോ ഇത് ഡിസ്കൗണ്ട് ചെയ്ത് 9% ആണ്. സോ ഇത് 9% വെച്ച് ഡിസ്കൗണ്ട് ചെയ്യുന്നതാണ് വാല്യൂ ഇൻ യൂസ്. ദെൻ ദ മെഷീൻ നമുക്ക് 31st March 2016 ഇതിന് 6 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അത് വിൽക്കണമെങ്കിൽ ഒരു 96,000 സെല്ലിംഗ് എക്സ്പെൻസ് ആവും. സോ ഇത് 6 lakhs മൈനസ് 96,000. ഇതാണ് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് സെൽ. സോ ഇത് വാല്യൂ ന്യൂസായി, ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് സെല്ലായി.
ഈ 1-നകത്തും 2-നകത്തും ഏതാണോ ഹയർ അതാണ് റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് മാക്സിമം റിക്കവർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് അത്രയാണ്. മെഷീൻ പ്രീവിയസ്ലി റീവാല്യൂ ചെയ്തിട്ടുണ്ട്, അതിന് 36,000 റീവാല്യൂഷൻ സർപ്ലസ് നടപ്പുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യുക 50,000 റുപ്പീസാണ് നമുക്ക് ഇമ്പയർമെൻറ്റ് ലോസ് വരുന്നതെങ്കിൽ ആ ഇമ്പയർമെൻറ്റ് ലോസ് നോർമലി പി ആൻഡോട്ടാണ് ചാർജ് ചെയ്യേണ്ടത്. പക്ഷേ ഈ കേസിൽ അപ് ടു 36,000 നമ്മൾ നേരത്തെ റീവാല്യൂഷൻ റിസൾട്ടും ബാക്കി വരുന്ന എമൗണ്ട് മാത്രമേ പി ആൻഡോട്ട് ചാർജ് ചെയ്യുള്ളൂ. അതിനാണ് റീവാല്യൂഷൻ റിസൾട്ട് തന്നിരിക്കുന്നത്. പക്ഷേ അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പയർമെൻറ്റ് ലോസ് കണ്ടുപിടിക്കണം. ക്യാരിങ് എമൗണ്ട് 6,60,000. സോ ഇത് ക്യാരിങ് എമൗണ്ട് തന്നിട്ടുണ്ട്. അടുത്ത് റിക്കവർ എമൗണ്ട് വേണം. ഈ റിക്കവറബിൾ എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളുടെ ഹയസ്റ്റ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളുടെ ഹയസ്റ്റ് ആണ്. ദെൻ the Indian government has indicated that it may compensate the company for any loss in the value of asset up to its requirement. അത് നമുക്ക് പിന്നീട് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഇമ്പയർമെൻറ്റ് ലോസ് കണ്ടുപിടിക്കാം. ഇമ്പയർമെൻറ്റ് ലോസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ടേംസ് പറഞ്ഞിരിക്കണം, ക്യാരിങ് എമൗണ്ട്, റിക്കവറബിൾ എമൗണ്ട്. സോ ക്യാരിങ് എമൗണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് 6,60,000 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 6,60,000 ആണ്. ദെൻ റിക്കവറബിൾ എമൗണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം. റിക്കവറബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ടേംസിൻ്റെ ഹയർ ആണ്. ഒന്ന് വാല്യൂ ന്യൂസിൻ്റെയും ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് സെല്ലിൻ്റെയും. ഇതിൽ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് സെൽ നമുക്കറിയാം 6 lakh ആയിരുന്നു വിറ്റാൽ കിട്ടുന്ന കാശ്. പക്ഷേ അതിനുവേണ്ടി സെല്ലിംഗ് എക്സ്പെൻസ് 96,000 ആവും. അങ്ങനെയെങ്കിൽ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് സെൽ 5,04,000 ആണ്. ദെൻ അടുത്തത് വാല്യൂ ന്യൂസ് വേണം. വാല്യൂ ന്യൂസിൻ്റെ മീനിങ് പറഞ്ഞാൽ അടുത്ത വർഷങ്ങളിൽ ഈ അസറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂവിനെയാണ് നമ്മൾ വാല്യൂ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം ക്വസ്റ്റൻ ഉണ്ട് 2,76,000, 1,92,000, 1,20,000, 1,44,000. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രസൻറ്റ് വാല്യൂ കിട്ടും, നമുക്ക് വാല്യൂ ന്യൂസ് കിട്ടും. സോ വാല്യൂ ന്യൂസ് 5,88,230 ആണ്. സോ നമുക്ക് 5,88,230 ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കാം. ഈ രണ്ടിൻ്റെ മീനിങ് നമ്മൾ അടുത്ത 4 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5,88,230 ആണ്. ഇത് വിറ്റാൽ കിട്ടുന്ന സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ഇത് ഫസ്റ്റ് പോയിന്റ്, ഇത് സെക്കൻഡ് പോയിന്റ് പറയുന്നത് കഴിഞ്ഞാൽ ഇത് വിറ്റാൽ കിട്ടുന്ന മാക്സിമം 5,04,000 ആണ്. ഇതിൽ വിച്ച് എവർ ഈസ് ഹയർ വേണം കൺസിഡർ ചെയ്യാൻ. നമ്മൾ നേരത്തെ അതിൻ്റെ കാരണം പറഞ്ഞതാണ്. വിച്ച് എവർ ഈസ് ഹയർ എന്ന് പറയുമ്പോൾ 5,88,230 ആണ് വിച്ച് എവർ ഈസ് ഹയർ. ഇനി മുകളിലോട്ട് നോക്കാം. നമ്മുടെ ക്യാരിങ് എമൗണ്ട് 6,60,000 ആണ്. പക്ഷേ ഇതിൻ്റെ യൂസ് വഴിയോ, ശ്രദ്ധിച്ചേക്കണം, യൂസ് വഴിയോ അല്ല എങ്കിൽ വിൽക്കുന്ന വഴിയോ നമുക്ക് മാക്സിമം കിട്ടാവുന്നത് എത്രയേ ഉള്ളൂ, 5,88,230 ഉള്ളൂ. അതിൻ്റെ അർത്ഥം നമുക്ക് മാക്സിമം കിട്ടുന്ന 5,88,230 ആണെങ്കിൽ ഈ 6,60,000 കാണിക്കുന്ന യാതൊരു അർത്ഥമില്ല. ഏത് കൺസെപ്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ്? പ്രൂഡൻസ് എന്ന കൺസെപ്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. നമ്മൾ പോസിബിൾ ലോസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. സോ ഇതിൽ ഏതാണോ ലോവർ അതായിരിക്കണം റിവൈസ്ഡ് ക്യാരിങ് എമൗണ്ട്. സോ ഇതിൽ ലോവറായിട്ട് വരുന്നത് 5,88,230 ആണ്. അതിൻ്റെ അർത്ഥം നമ്മൾ അതിൻ്റെ ഡിഫറൻസ്, ഈ രണ്ട് എമൗണ്ടിൻ്റെ ഡിഫറൻസ് നമ്മൾ ഇമ്പയർമെൻറ്റ് ലോസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഇമ്പയർമെൻറ്റ് ലോസ് ആയിട്ട് വരുന്നത് 71,770 ആണ് ഇമ്പയർമെൻറ്റ് ലോസ് ആയിട്ട് വരുന്നത്. സോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ്റെ ഒരു റിക്വയർമെൻറ്റ്. രണ്ടാമത്തെ റിക്വയർമെൻറ്റ് എൻ്റെ എൻട്രി ആണ്. സോ എൻ്റെ റിവൈസ്ഡ് ക്യാരിങ് എമൗണ്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ക്യാരിങ് എമൗണ്ട് 6,60,000 ആണ്. ഇമ്പയർമെൻറ്റ് ലോസ് 71,770 ആണ്. സോ റിവൈസ്ഡ് ക്യാരിങ് എമൗണ്ട് 5,88,230 ആണ്. ഈ സംഭവം നടക്കണമെങ്കിൽ നമ്മൾ ഒരു എൻട്രി എഴുതണം. ആ എൻട്രി എന്ന് പറയുന്നത് എക്സ്പെൻസ് കൂടി അസറ്റ് കുറഞ്ഞതാണ്. കൂടുന്ന എക്സ്പെൻസ് ഇമ്പയർമെൻറ്റ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ്, കുറയുന്ന അസറ്റ് എക്യുപ്മെൻ്റ് ആണ്. എമൗണ്ട് 71,770 ആണ്. ഇനി ഇതിനകത്ത് അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 71,770 നമുക്ക് പി ആൻഡ് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതേ അസറ്റ് നേരത്തെ അപ്വേർഡ് റീവാല്യൂ ചെയ്തിട്ടുണ്ട്. ആ അപ്വേർഡ് റീവാല്യൂ ചെയ്തതിൻ്റെ ഒരു റീവാലുവേഷൻ റിസർവ് 36,000 കിടപ്പുണ്ട്. അപ്പം ഇത് ക്ലോസ് ചെയ്യുമ്പം നമ്മൾ എൻട്രി ടു ഇമ്പയർമെൻറ്റ് ലോസ് 71,770. നോർമലി ഇത് മൊത്തം ക്ലോസ് ചെയ്യുന്നത് പി ആൻഡിലോട്ടാണ്. പക്ഷേ ഈ കേസിൽ നമുക്ക് പി ആൻഡിലോട്ട് ആദ്യമേ ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി റീവാലുവേഷൻ റിസർവ് നേരത്തെ ഇത് റീവാല്യൂ കിടപ്പുണ്ട്. സോ ഇത് വേണം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ. സോ മൊത്തം റീവാലുവേഷൻ റിസർവ് 36,000 ആണ്. സോ അതുവരെ നമ്മൾ റീവാലുവേഷൻ റിസർവ് റൈറ്റ് ഓഫ് ചെയ്യണം. ബാക്കി എമൗണ്ട് മാത്രമേ നമ്മൾ പി ആൻഡിലോട്ട് റൈറ്റ് ഓഫ് ചെയ്യാവുള്ളൂ, 35,770. സോ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത റിവൈസ്ഡ് ഡിപ്രീസിയേഷൻ ആണ്. റിവൈസ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇനി അടുത്ത 4 വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ക്യാരിങ് എമൗണ്ട് 5,88,230 ആണ്. മെത്തേഡ് SLM ആണ്. അങ്ങനെയെങ്കിൽ ഡിവൈഡ് ബൈ 4 ആണ്. റിവൈസ്ഡ് ഡിപ്രീസിയേഷൻ 1,47,058 ആയിരിക്കും റിവൈസ്ഡ് ഡിപ്രീസിയേഷൻ ടു ബി ചാർജ്ഡ് വരിക. ദെൻ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ റിക്വയർമെൻറ്റ് ഡിപ്രീസിയേഷൻ ഓഫ് ദ അസറ്റ് ആണ്. കോമ്പൻസേഷൻ ഫ്രം മൂന്നാമത്തെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗവൺമെൻറ് ഗ്രാൻഡ് കിട്ടുന്നതിൻ്റെ പറയുന്നുണ്ട്. ആ ഗവൺമെൻറ് ഗ്രാൻഡ് നമുക്ക് ഇമ്പയർമെൻറ്റ് ലോസ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? സോ അതിന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇമ്പയർമെൻറ്റ് ലോസ് അതിന് ഗവൺമെൻറ് ഗ്രാൻഡ് നമുക്ക് ഒന്നുകിൽ റിസീവ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ റിസീവ്ഡ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്കത് അക്കൗണ്ട് ചെയ്യാം. പക്ഷേ പൊട്ടൻഷ്യൽ ഗവൺമെൻറ് റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരാൻ സാധ്യതയുള്ളത് ഒരു കാരണവശാലും അക്കൗണ്ട് ചെയ്യില്ല അണ്ടിൽ ഇറ്റ് ഈസ് റിസീവബിൾ. അത് റിസീവബിൾ ആകുന്ന വരെ അക്കൗണ്ട് ചെയ്യില്ല. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ ഇന്ത്യൻ ഗവൺമെൻറ് ഹാസ് ഇൻഡിക്കേറ്റഡ് ദാറ്റ് ഇറ്റ് മേ കോമ്പൻസേറ്റ് ദ കമ്പനി. സോ ഇറ്റ് മേ ആണ്, ഉറപ്പൊന്നുമില്ല, റിസീവബിൾ ആയിട്ടൊന്നുമില്ല. സോ അതാകാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ അത് റിസീവബിൾ ആകുന്ന വരെ നമ്മൾ. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിരിക്കുന്നത് IndAS 38ഉം IndAS 36ഉം ആണ്. IndAS 36 എന്ന് പറയുന്നത് ഇമ്പയർമെൻറ്റ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. IndAS 38 എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ അക്കൗണ്ടിങ് ആണ്. ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ് നോക്കാം. ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് ആ ഇഷ്യൂവിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇഷ്യൂ പറഞ്ഞിരിക്കുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. നോക്കാം. അതായത് നമുക്ക് രണ്ട് തരത്തിലുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. ഒന്ന് പർച്ചേസ്ഡും ഒന്ന് ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. പർച്ചേസിൻ്റെ സെപ്പറേറ്റ് ആണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റിനാണ്. അതിൽ തന്നെ ഗുഡ് വില്ല് പോലത്തെ ഒന്നും നമ്മൾ ഒരു കാരണവശാലും ബുക്സിൽ അക്കൗണ്ട് ചെയ്യാൻ പാടില്ല. കാരണം അത് ബേസിക്കലി അസറ്റിൻ്റെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ദെൻ മറ്റുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അതിനെ നമുക്ക് രണ്ട് ഫേസ് ആയിട്ട്, ഇന്റേണലി ജനറേറ്റ് ആണ്, മീനിങ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. സോ അതിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിൻ്റെ റിസർച്ച് ഫേസ്, ഡെവലപ്മെൻറ്റ് ഫേസ്. റിസർച്ച് ഫേസിലെ എക്സ്പെൻസ് P&L ചാർജ് ചെയ്യണം. കാരണം അത് അസറ്റിൻ്റെ ഡെഫിനിഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി റിസോഴ്സ്, കൺട്രോൾ, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്, പ്രോബിൾ കോസ്റ്റ്, റിലയബിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളോ ഇത് 100% നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അസറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് P&L ആണ്. ഇനി ഡെവലപ്മെൻറ്റ് ഫേസിൽ ചെയ്യണമെങ്കിൽ പോലും 6 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യിക്കണം. സോ നമ്മൾ ഈ ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. നമ്മൾ ഒരു ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ഫേസ് ആണ്. ആ റിസർച്ച് ഫേസിലെ എക്സ്പെൻസ് P&L ചാർജ് ചെയ്യണം. അതിൽ മാറ്റമൊന്നുമില്ല. കാരണം അതിൻ്റെ ബേസിക് കാരണം അസറ്റിൻ്റെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. മീനിങ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്, പ്രോബിൾ എന്നുള്ളതും കോസ്റ്റ് റിലയബിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്നു. ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല. ദെൻ ഇവിടെ വെച്ചാണ് ഡെവലപ്മെൻറ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഡെവലപ്മെൻറ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ് നമുക്ക് ഉറപ്പായി സംഭവം ചെയ്യാൻ പറ്റുന്ന സ്ഥിതി ആകുമ്പോഴാണ് ഡെവലപ്മെൻറ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇതൊരു 5 വർഷം കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു 4 വർഷം കൊണ്ടാണ് ഡെവലപ്മെൻറ്റ് ഫേസ് എങ്കിൽ ഈ 4ാമത്തെ വർഷത്തിൻ്റെ 5ാമത്തെ വർഷത്തിൻ്റെ അവസാനമായിരിക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള എക്സ്പെൻസിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള എക്സ്പെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാമെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻസ് പറയുന്നത് 5 കണ്ടീഷൻസ് ആണ്. നേരത്തെ 6 എന്നാണ് പറഞ്ഞത്, പക്ഷേ 5 കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ അസറ്റിൻ്റെ കണ്ടീഷനാണ് ഈ 2 എണ്ണം. 1 ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് പ്രോബിൾ ആയിരിക്കണം. 2 കോസ്റ്റ് നമുക്ക് റിലയബിളായിട്ട് മെഷർ ചെയ്യാൻ പറ്റണം. തേർഡ് വൺ ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഫോർത്ത് വൺ ഇത് ടെക്നിക്കലി ഫീസിബിൾ ആയിരിക്കണം. അതായത് ടെക്നിക്കൽ റിസോഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ഫോർത്ത് വൺ അഡീക്വൽ ടെക്നിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് അതർ റിസോഴ്സസ്. ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, മറ്റുള്ള എല്ലാ റിസോഴ്സും നമുക്ക് അവൈലബിൾ ആയിരുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതായത് ഇത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുള്ളതും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു അസറ്റ് ആക്കാൻ പറ്റുമെന്നുള്ളതും നമുക്ക് ഉറപ്പാണെങ്കിൽ മാത്രമേ നമ്മൾ ഇപ്പോഴേ അത് അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാവുള്ളൂ. അതായത് ഈ ഒരു ഫേസിൽ ഇതാണ് ഈ സ്റ്റാൻഡേർഡ് പറയുന്നത് അബൌട്ട് റെക്കഗ്നൈസിങ് ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് സീനിയർ മാനേജർ ഓഫ് XYZ, അതായത് പുള്ളി ആ കമ്പനിയുടെ മാനുഫാക്ചറിങ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഒരു സീനിയർ എഞ്ചിനീയർ, എക്സ്വൈസ് എന്ന കമ്പനിയുടെ ഒരു സീനിയർ എഞ്ചിനീയർ ആ കമ്പനിയുടെ മാനുഫാക്ചറിങ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുവഴി മാനുഫാക്ചറിങ് കോസ്റ്റ് കുറയ്ക്കാന്നുള്ള, ഈ മാനുഫാക്ചറിങ് കോസ്റ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കൂട്ടുക എന്നാണ് അർത്ഥം. ദെൻ ഒരു മേജർ പ്രോജക്റ്റാണ്, എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും സപ്പോർട്ടുണ്ട്. അതായത് അടുത്തൊരു 24 മാസത്തിനുള്ളിൽ തന്നെ, 24 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 24 മന്ത്സ് എന്ന് പറഞ്ഞാൽ 2 വർഷം, 2 വർഷത്തിനുള്ളിൽ തന്നെ ഈ പ്രൊജക്ട് കോസ്റ്റ്, അതായത് നമ്മളൊരു 10 ലക്ഷം രൂപയാണ് പ്രൊജക്ട് കോസ്റ്റ് അയക്കുന്നെങ്കിൽ അതിനേക്കാളും കൂടുതൽ കോസ്റ്റ് റിഡക്ഷൻ, മീനിങ് ബെനിഫിറ്റ് കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. റെഗുലേറ്ററി ടെസ്റ്റിംഗ് ആൻഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അപ്രൂവൽ വാസ് ഒബ്റ്റെയിൻഡ് ഓൺ 1 ജൂലൈ 2015. അതായത് ഇത് മുന്നോട്ട് പോകാനുള്ള ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സംഭവം നമുക്ക് അപ്രൂവൽ ആക്കി കിട്ടിയത് 1 ജൂൺ 2015 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി ഫീസിബിൾ, അല്ലെങ്കിൽ എല്ലാ റിസോഴ്സും അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഉറപ്പായത് 1 ജൂൺ 2015 ആണ്. ദിസ് റിമൂവ്ഡ് അൺസർട്ടനിറ്റീസ് കൺസേണിങ് ദ പ്രോജക്ട് വിച്ച് വാസ് ഫൈനലി കംപ്ലീറ്റ് ഓൺ 20th April 2016. ഈ സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ അപ്രൂവൽ കിട്ടിയ ദിവസമാണ് എന്ത്, നമുക്ക് ഡെവലപ്മെൻറ്റ് ഫേസിനകത്തെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ, അതായത് അൺസർട്ടനിറ്റീസ് ഇല്ലാതായത്. അങ്ങനെയെങ്കിൽ അവിടെ തൊട്ടുള്ള കോസ്റ്റ്, ഫ്രം 1 ജൂൺ തൊട്ടുള്ള കോസ്റ്റ് മാത്രമേ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ 18 lakhs കോസ്റ്റാണ് 31 March 2016, 12 മാസത്തേക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 18 lakh കോസ്റ്റ് 12 മാസത്തേക്കാണ്. അത് മൊത്തം നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം 1 ജൂൺ ആണെന്ത് ഇത് ഫീസിബിൾ ആയത്. സോ അന്ന് തൊട്ടുള്ള കോസ്റ്റ് മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്യുള്ളൂ. അതായത് ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും കോസ്റ്റ് പി ആനോട് ചാർജ് ചെയ്യണം. പ്രപ്പോർഷൻ കോസ്റ്റ് ഓഫ് 18 lakhs നമ്മൾ 2 മാസം പി ആനോട് ചാർജ് ചെയ്യണം. ബാക്കി 10 മാസം മാത്രമേ നമുക്ക് അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Then 7,80,000 for the new development has been received by the potential buyer, but it has been rejected by advisor. അതായത് ഈ 7,80,000 തന്നിരിക്കുന്നത് നമുക്ക് ഇമ്പയർമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഫെയർ വാല്യൂ ഇത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. ദെൻ 12 lakh നമുക്ക് പെർപെച്യൂറ്റിയിൽ നമുക്ക് 12 lakh സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനകത്തെ ഇയാൾ വിചാരിക്കുന്നത്. പക്ഷേ ഡയറക്ടർ ഓഫ് റിസർച്ച് അറ്റ് എക്സ്വൈസഡ് നേഹ, പുള്ളി ക്വാളിഫൈഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറാണ്. പുള്ളിക്കാർ വിചാരിക്കുന്നത് കുറച്ച് കാലം കൊണ്ട് തന്നെ എന്ത് ചെയ്യും, കോമ്പറ്റീറ്റേഴ്സിന് പകരം കോമ്പറ്റീറ്റുള്ള ടെക്നോളജി കണ്ടുപിടിക്കും. ആ സമയത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റണം. അതായത് ഒരു 4 വർഷമാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ 4 വർഷം കൊണ്ട് അവർ 9,60,000 ആണ് പ്രതീക്ഷിക്കുന്നത്. 9,60,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ കിട്ടുന്ന കോസ്റ്റ് സേവിങ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ്. പിന്നെ ചോദ്യം വരും, ഇതിൽ 6 വേണം കൺസിഡർ ചെയ്യാൻ, ഈ 9,60,000 വേണോ കൺസിഡർ ചെയ്യാൻ, 12 lakhs വേണോ കൺസിഡർ ചെയ്യാൻ. സോ ഇവിടെ നേഹ എന്ന് പറയുന്ന ആൾ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയതുകൊണ്ട് തന്നെ ഈ നേഹയുടെ ഫോർകാസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ 9,60,000 എന്ന് പറയുന്നത് വാല്യൂ ന്യൂസ് ആണ്. ഇവിടെ ഈ 12 lakh ആണോ വാല്യൂ ന്യൂസ് വേണ്ട, 9,60,000 ആണ് വാല്യൂ ന്യൂസ് വേണ്ടത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ 12 lakhന് പകരം 9,60,000 വേണം കൺസിഡർ ചെയ്യാൻ. കാരണം കൂടുതൽ ഒരു റീസണബിൾ ആയിട്ട് നമുക്ക് തോന്നുക ഈ 9,60,000 ആയിരിക്കും. ദെൻ അതിനുശേഷം അവന് ഫ്യൂച്ചറിൽ എന്നാണ് നേഹ വിചാരിക്കുന്നത് അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിങ്. അപ്പം ഈ 7,80,000 ഈ 9,60,000 12 lakh ഇതൊക്കെ തന്നിരിക്കുന്ന ഇമ്പയർമെൻറ്റ് വേണ്ടിയിട്ടാണ്. ഈ 7,80,000 12 lakh 9,60,000 ഒക്കെ ഇമ്പയർമെൻറ്റാണ്. ഈ 18 lakh ആണ് ഇൻഡാൻഡ് ആസിൻ്റെ കോസ്റ്റ് വേണ്ടി തന്നിരിക്കുന്നത്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡേറ്റുകൾ എഴുതി നോക്കാം. ഫസ്റ്റ് 1/4/2015 എന്ന് പറഞ്ഞാൽ ഈ വർഷത്തിൻ്റെ സ്റ്റാർട്ട്. പിന്നെ 1 ജൂൺ 2015 ഇത് ടെക്നിക്കലി ഫീസിബിൾ ആകുന്ന ഡേറ്റ്. ഈ വർഷത്തെ എൻ്റെ 31 March 2016. ഇത് കംപ്ലീറ്റ് ആകുന്ന ഡേറ്റ് 20th April 2016. അത് നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറാണ്. അപ്പം ഈ ഒരു ഏരിയ കിടക്കുന്ന കാര്യത്തെപ്പറ്റി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുമില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ അക്കൗണ്ടിങ് ആണ്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇവിടം വരെ 18 lakhs ആണ് അയക്കുന്ന കോസ്റ്റ്. ഈ 18 lakhs കോസ്റ്റ് എത്ര രൂപ അസറ്റായിട്ട് കാണിക്കാം, എത്ര രൂപ പി ആൻഡിൽ കാണിക്കണം. അതായത് ഫസ്റ്റ് 2 months അപ് ടു ജൂൺ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട് അൺസർട്ടനിറ്റി മാറിയത് 1 ജൂൺ തൊട്ടാണ്. അങ്ങനെയെങ്കിൽ അതിന് മുമ്പ് എന്ത് ചെയ്യണം, പി ആൻഡിലോട്ട് ചാർജ് ചെയ്യണം. അതിന് വരുന്നത് 18 lakhs ഇൻറ്റു 2/12 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 lakhs വരും. ഈ 3 lakhs നമ്മൾ പി ആൻഡിലോട്ട് ചാർജ് ചെയ്യണം. എൻട്രി വരിക എക്സ്പെൻസ് കൂടി അസറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ ലൈബിലിറ്റി കൂടി, ക്രെഡിറ്റ് ആണെങ്കിൽ ലൈബിലിറ്റി കൂടും. എൻട്രി പി ആൻഡ് എൽ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് ഫോർ ബാങ്ക് 3 lakhs. അടുത്ത 10 മാസം, ഈ 10 മാസത്തെ എമൗണ്ട് വരിക 18 lakhs ഇൻറ്റു 10/12 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 lakhs ആണ്. ഈ 15 lakhs എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണം. എൻട്രി വരിക അസറ്റ് കൂടി അസറ്റ് കുറഞ്ഞു എന്നാണ്. എൻട്രി ഇൻടാഞ്ചിബിൾ അസറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നാണ്. 15 lakhs.
ദെൻ ഇതാണ് ഈ ഇൻടാഞ്ചിബിൾ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇമ്പയർമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇമ്പയർമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടില്ല, നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. കാരണം Ind AS 36 പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഡെവലപ്മെൻറ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്തു, റെഡി ടു യൂസ് ആയിട്ടില്ല. അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ പീരീഡിലും നമ്മൾ ഇമ്പയർമെൻറ്റ് വേണ്ടി ടെസ്റ്റ് നടത്തിയിരിക്കണം. അതായത് ഈ ഡെവലപ്മെൻറ്റ് ഫേസിൻ്റെ സ്റ്റാർട്ടും റെഡി ടു യൂസും അത് ചിലപ്പോൾ 1 വർഷമായിരിക്കാം, 2 വർഷമായിരിക്കാം, 3 വർഷമായിരിക്കാം. ഈ ഫേസിലുള്ള ഏതൊരു പീരീഡിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇയർ എൻഡ് ആകുമ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് റെഗുലറായിട്ട് കണ്ടക്ട് ചെയ്യണം. അത് Ind AS 36 പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുക വേണം. അതിനകത്ത് 2 കാര്യം നമുക്കറിയേണ്ടത്, ഒന്ന് ക്യാരിങ് എമൗണ്ട്, അത് 15 lakhs ആണ്. അതെങ്ങനെ കിട്ടി? നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്ന എൻട്രി ഇൻടാഞ്ചിബിൾ അസറ്റ് അക്കൗണ്ട് അറ്റ് 15 lakh. ദെൻ അടുത്തത് റിക്കവറബിൾ എമൗണ്ട് ആണ്. റിക്കവറബിൾ എമൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 കാര്യത്തിൻ്റെ ഹയർ ആണ്. ഇതിൻ്റെയൊക്കെ വാല്യൂ ഇൻ യൂസിൻ്റെയും ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ. ഇതിൽ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ 7,80,000, അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാല്യൂ ഇൻ യൂസ് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒന്നുകിൽ 12 lakhൻ്റെ പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ 9,60,000. 9,60,000 ഓൾറെഡി പ്രസൻറ്റ് വാല്യൂ ആണ്, അപ്പോൾ പിന്നെ എടുക്കേണ്ട കാര്യമില്ല, പ്രസൻറ്റ് വാല്യൂ വീണ്ടും ആക്കേണ്ട കാര്യമില്ല. സോ നമ്മൾ ചൂസ് ചെയ്ത് 9,60,000 ആണ്, കാരണം അതാണ് കൂടുതൽ റീസണബിൾ. വിച്ച് ഈസ് ഹയർ? 9,60,000 ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 15 lakhs ആണ് ഇപ്പം ക്യാരിങ് എമൗണ്ട്. പക്ഷേ നമ്മൾ യൂസ് വഴിയോ വിൽക്കുന്ന വഴിയോ നമ്മൾ പ്രതീക്ഷിക്കുന്ന മാക്സിമം 9,60,000 ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇതിൽ ലോവർ വേണം റിവൈസ്ഡ് ക്യാരിങ് എമൗണ്ട് ആവാൻ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 5,40,000 എന്താവും? ഇമ്പയർമെൻറ്റ് ലോസ് ആയിട്ട് മാറും. എൻട്രി വരിക ഇമ്പയർമെൻറ്റ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഇൻടാഞ്ചിബിൾ അസറ്റ് 5,40,000.